നഗരത്തിലെ പ്രശസ്തമായ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് പോലീസിന് ഒരു ഫോൺ വന്നു. ആ ഫോണിൽ പറഞ്ഞത്, ഞാൻ ഈ സ്ഥാപനത്തിലെ മാനേജറാണ്. എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വരണം. ഇവിടുത്തെ ജീവനക്കാരും പുറത്തു പോയിട്ടില്ല, പുറത്തു നിന്ന് ആരും വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് വന്ന് പ്രതികളെ പിടികൂടണമെന്നാണ് ഇയാൾ അഭ്യർത്ഥിച്ചത്. പോലീസ് അപ്പോൾ തന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് നേരെ ഈ സ്റ്റോറിലേക്ക് വരികയും അകത്ത് കയറുകയും ഒക്കെ ചെയ്തു. നോക്കിയ ജീവനക്കാരൊക്കെ ഉണ്ട്. ജീവനക്കാരുടെ ഇടയിലൂടെ പോലീസ് നടന്നു വരുമ്പോൾ ഒരു മൂലയിൽ ഒരു മുറിയിൽ നിന്ന് അകത്ത് നിന്ന് കതവിലിട്ട് അടിക്കുന്ന ഒച്ചകൾ. പോലീസുകാർ ആ പോയി ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ അകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നു. സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഈ സ്റ്റോറിന്റെ മാനേജർ എന്ന് പറയും. എന്താ മോഷണം പോയത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നു, ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട്, എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവനക്കാരൻ ഇവിടെ വിളിച്ചു വരുത്തു എന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ എൻ്റെ ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി നടന്നു പോയി ഈ ഹാളിനകത്ത് ഒരു മേശയുടെ പുറത്ത് വെച്ചിരുന്ന ഫോൺ എടുത്ത് മറ്റ് ജീവനക്കാരെ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ പോലീസ് ഈ മാനേജറെ അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എങ്ങനെയാണ് മാനേജറാണ് കള്ളം ചെയ്തത് അല്ലെങ്കിൽ കള്ളം പറഞ്ഞത് എന്ന് പോലീസിന് മനസ്സിലായത് എന്നാണ് ചോദ്യം. മനസ്സിലായവർക്ക് ഉത്തരവ് എഴുതാം, മനസ്സിലായിട്ടില്ലാത്തവർക്ക് വേണ്ടിയുള്ള വിശദീകരണമാണ്. പോലീസുകാർ വരുമ്പോൾ ഈ മാനേജറെ ഒരു മുറിയിൽ പൂട്ടപ്പെട്ട നിലയിൽ കിടന്ന് കൈകൊണ്ട് ഡോറിൽ അടിക്കുകയാണ്. പോലീസുകാരാണ് ഡോറ് തുറന്ന് ഈ മാനേജറെ പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പോലീസുകാരെ ഫോൺ ചെയ്ത് ഈ വിവരം അറിയിച്ചത് ഈ മാനേജറാണ്. പുള്ളിയുടെ ഫോണ് അപ്പോൾ ഈ മുറിക്ക് പുറത്ത് ഒരു മേശയുടെ പുറത്തിരിക്കുകയായിരുന്നു. പുള്ളി അകത്ത് നിന്ന് കുടുങ്ങിയതിന് ശേഷം ഫോൺ ചെയ്ത് പോലീസിനെ വിളിച്ചിരുന്നു എങ്കിൽ പുള്ളിയുടെ ഫോണ് പുള്ളിയുടെ കയ്യിലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഈ ഫോണ് എങ്ങനെയാണ് പുറത്ത് വന്നത് എന്നുള്ളതാണ് ഈ കടങ്കഥയിലെ രഹസ്യം. മാനേജർ പോലീസിനെ ഫോൺ ചെയ്തിട്ട് മറ്റാരുടെയെങ്കിലും സഹായത്തോടെ മുറിക്കുള്ളിൽ പൂട്ടപ്പെട്ടതായിട്ട് അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇയാൾ തന്നെ ഫോൺ ഇവിടെ വെച്ചതിന് ശേഷം മുറിക്കുള്ളിലേക്ക് പോയി പൂട്ടുകയോ എന്തെങ്കിലുമാകും ചെയ്തിട്ടുണ്ടാവുക. അകത്തു നിന്ന് തുറക്കാൻ കഴിയില്ല എന്ന് ഇയാളാണ് പോലീസിനോട് പറഞ്ഞത്. ഫോൺ പുറത്തിരിക്കുമ്പോൾ എന്തായാലും അകത്ത് നിന്ന് ഇയാൾക്ക് ഫോൺ ചെയ്ത് പോലീസിനെ വിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.